ചില ആളുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു എന്ന് വാദിച്ചുകൊണ്ട് പല അബദ്ധങ്ങളിലും പോയി ചാടിയവരും പലരെയും ചാടിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ചാടിക്കുന്ന സ്വഭാവം ഇന്നും ഇന്നലെയും ഉള്ളതല്ല. പ്രത്യേകിച്ച് അന്ധവിശ്വാസികളായ വ്യാജ തരീഖത്തുകാരായ ആളുകൾ അങ്ങനെ പല പ്രചരണങ്ങളും നടത്തും. അങ്ങനെ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അബൂ മുഹമ്മദ് അൽ ഹസൻ അലി ഇബ്നു ശൈഖ് അൽ ഇമാം അൽ അല്ലാമ ജമാലുദ്ദീൻ അബ്ദുല്ലാഹി ഇബ്നു സ്മുഹൂദ് ശാഫിഈ അൽ മിസ്രി, ഈജിപ്തുകാരനായ ശാഫിഈ മദ്ഹബുകാരനായ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു വലിയ ഇമാമാണ്. ഒരുപാട് കിതാബുകൾ രചിച്ച ആളാണ്. നമ്മൾ തന്നെ ഇവിടെ റബീഉൽ അവ്വലിലെ പ്രസംഗത്തിൽ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളും മറ്റ് പല സംഗതികളും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ വലിയ പ്രഗത്ഭനായ ഒരു ഇമാമാണ്. ആ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് എത്രേ പറഞ്ഞത് എന്നറിയോ? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം 100 കണക്കിന് സ്വപ്നം കണ്ടു എന്ന് വാദിച്ചു. ആ 100 കണക്കിന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹം വാദിച്ചപ്പോ അദ്ദേഹത്തോട് പല പണ്ഡിതന്മാരും പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല, സ്വപ്നത്തിൽ അയാൾക്ക് പല കാര്യങ്ങളും നിർദ്ദേശം കിട്ടിയതായിട്ടും അയാൾ പറയും. അപ്പൊ അദ്ദേഹത്തോട് പല ഇമാമിയങ്ങളും പറഞ്ഞു, നിങ്ങളങ്ങനെ പറയരുത്. അവസാനം ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ഡയറക്റ്റ് പോയി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയരുത്. അതിനെ സംബന്ധിച്ച് മഹാനവറുകൾ വിവരിക്കുന്നുണ്ട്. മഹാനവറുകൾ അതിനായിട്ട് തന്നെ ഒരു കിതാബ് അദ്ദേഹത്തിന് എഴുതിയ ഒരു കിതാബുണ്ട്, അദ്ദേഹത്തിനായിട്ട് എഴുതിയ. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ഇലാ സാഹിബിൽ ഉസ്ലൂബിൽ ഗരീബ് ഫി തഅല്ലുഖ് ബിൽ ഹബീബ് ثم منع مانع من ارسال ذلك اليه وذلك في الثاني من شهر شوال المبارك 11 شهور سنه 75 و800 ഹിജ്റ 875 ആണ് ശവ്വാൽ മാസത്തില് 11 ശവ്വാൽ മാസത്തില് കണ്ടിട്ടാണ് പറയുന്നത്. അത് അദ്ദേഹത്തോട് ലമ്മാ വഖഅൽ ഇത്റാബ് ഫീമാ വദഅഹു ഫീ കിതാബിഹിൽ മദ്കൂർ, അദ്ദേഹം ഒരു കിതാബ് എഴുതി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതിൽ മിനൽ മറായി മിനൽ മദീനത്തി ശരീഫ കുറേ കാര്യങ്ങൾ, സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരാൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരായി മഹാനവറുകൾ ഒരു കിതാബ് തന്നെ എഴുതി. ആ കിതാബ് അന്ന് ഹിജ്റ 875 കാലത്ത് എഴുതിയപ്പോ അതിന്റെ തുടക്കത്തിൽ തന്നെ ഫാദി നസീഹത്തുൻ യജിബു അലൈക റസദഖല്ലാഹ് الآن لقبولها بعد التأمل لمن قولها وما قولها എന്ന് പറഞ്ഞിട്ട് ഞാനിത് നിങ്ങളോടുള്ള വലിയ സ്നേഹം കൊണ്ട് നിങ്ങൾ നന്നാകാൻ വേണ്ടി എഴുതുകയാണ്. നിങ്ങളിങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരണത്തിൽ പെട്ട ഒന്നാണ് ഇന്നക വലിയുല്ലാഹി ഹഖ, നിങ്ങൾ വലിയാണ് എന്ന് റസൂലുള്ളാഹി നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എഴുതുന്നുണ്ട് ഫമൻ ആമന ബിക ഫഹുവൽ മുഅ്മിൻ, നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ മുഅ്മിനാവും. വമൻ കഫറ ബിക ഫഹുവൽ കാഫിറു, നിങ്ങൾ ആ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അയാൾ കാഫിറായി പോകും. ഇങ്ങനൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് തന്നെ എഴുതി ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് പല പ്രചരണങ്ങളും നടത്തിയപ്പോ അത് വലിയ സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ആളുകൾ തെറ്റിദ്ധാരണകൾ പരത്തുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോ അതിന് മഹാന്മാരായ ഇമാമിങ്ങളുടെ കിതാബുകളിൽ അവർ പറഞ്ഞതെന്താണോ അത് പറഞ്ഞു കൊടുക്കുക എന്നത് പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ ഒരിക്കലും പിശാചിന് രൂപാന്തരപ്പെടാൻ കഴിയില്ല. വേറെ പലരുടെയും രൂപത്തിൽ ശൈത്താന് രൂപാന്തരപ്പെടാൻ കഴിയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ഒരിക്കലും പിശാചിന് രൂപാന്തരപ്പെടാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾ മാത്രമല്ല സ്വപ്നം കണ്ടത്, ഒരുപാട് സഹാബികൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. സഹാബികളല്ലാത്ത എത്രയോ ഇമാമിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ട്. നബി തങ്ങളെ സ്വപ്നം കണ്ടതുകൊണ്ട് ഒരാൾ നല്ല ആളായിക്കൊള്ളണം എന്നില്ല എന്നും കൂടി ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഇരിക്കട്ടെ, അതൊക്കെ വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്.
എത്രയോ സംഭവങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട സംഭവങ്ങൾ നമ്മൾ തന്നെ ഈ സൈറ്റിൽ വെച്ച് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ശരീരം, ബഹുമാനമുള്ള ശരീരം, അത് കട്ടെടുക്കാൻ വേണ്ടി ജൂതന്മാര് ശ്രമിക്കുകയും എന്നിട്ട് ആ ഖബറിലേക്ക് ദ്വാരം മദീനത്തെ പള്ളിയിലോ എന്ന് കൂടിയിട്ട് ആളുകൾ കാണാതെ റൂമിൽ നിന്ന് ദ്വാരം കുഴിച്ച് ഖബറിന്റെ സമീപത്ത്, ശരീരത്തിന്റെ സമീപത്തെത്തിയപ്പോ അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവിനോട്, നൂറുദ്ദീൻ ഷഹീദ് രാജാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ അൻഖിദിനി മിൻ ഹാദൈനി റജുലൈനിൽ അസ്ഖറൈൻ, ഈ ആളുകളിൽ നിന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞതും എന്നിട്ട് ആ രാജാവ് വന്ന് അവരെ പിടിച്ചതൊക്കെ വലിയ സംഭവം ഞാൻ തന്നെ ഈ സൈറ്റിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തുള്ള സൈറ്റിൽ വെച്ച് വഅദ് പറഞ്ഞപ്പോ റബീഉൽ അവ്വലിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾ മാത്രമേ സ്വപ്നം കാണുകയുള്ളൂ എന്നൊന്നും മുസ്ലിം പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ തനി രൂപമാണെന്ന് ബോധ്യപ്പെടാത്ത ഏതോ ഒരു രൂപത്തിൽ ഏതോ ഒരാൾ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കാൻ പാടില്ല എന്നത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹും രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളാണെന്നതിന് തെളിവില്ല. അത് നബിയാണോ അല്ലേ എന്ന് വിവരമില്ലാത്തവന് ഉറപ്പിച്ച് പറയാൻ ഒരു നിലക്കും കഴിയില്ല, നമുക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതേ സമയത്ത് വിവരമുള്ള ആളുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിശേഷണങ്ങളും അറിയുന്ന ആൾക്ക് ആ നബിതങ്ങളെ കാണുമ്പോൾ തന്നെ നബിയാണെന്ന് ബോധ്യപ്പെടുന്ന നിലക്ക് വന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. അത്തരം സംഭവങ്ങൾ പറയുന്നതിനോ വിശ്വസിക്കുന്നതിനോ കുഴപ്പമില്ല. പക്ഷേ അവിടെ നബിതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം എന്ന നിലക്ക് വല്ല നിർദ്ദേശവും കിട്ടിയാൽ അത് നബിതങ്ങൾ ജീവിതകാലത്ത് പഠിപ്പിച്ചതിനോട് യോജിക്കുന്നതാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഇത് ഉറക്കിൽ പറ്റിയ പിഴവാണ് എന്ന് മനസ്സിലാക്കണം. നബിതങ്ങൾക്ക് പിഴവ് പറ്റി എന്നല്ല, അതേപോലെ തന്നെ നബിതങ്ങളെ കണ്ടിട്ടില്ല എന്നുമല്ല. ശരീഅത്തിന്റെ നിയമത്തിനെതിരായി നബിതങ്ങൾ ഒരിക്കലും പറയൂല. ഉറക്കിൽ കേട്ടത് മനസ്സിലാക്കിയതിൽ വന്ന പിഴവാണ് എന്ന് മനസ്സിലാക്കണം എന്നും ഇമാമിങ്ങൾ വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് പല ആളുകളും വിവരമില്ലാത്തവർ പലതും പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ഒരു പിഴവിലും പെട്ടുപോകരുത് എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇനി ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ അത് നബിയാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ നബി തങ്ങളുടെ വിശേഷണങ്ങളായി നമ്മൾ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കാണുന്നു. ഉദാഹരണത്തിന് നബി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടത് എന്താണ്? നമ്മൾ കേട്ടുപിടിച്ചത് നല്ല ചുവപ്പ് കലർന്ന വെളുപ്പ് കളറുള്ള ആളാണ് എന്നാണ്. എന്നാൽ നബിയാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്, പക്ഷേ കളറ് കറുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്, പക്ഷേ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് വന്നത്. അല്ലെങ്കിൽ നബി തങ്ങളാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്, വളരെ വയസ്സുള്ള ഒരാളായിട്ടാണ് വന്നത്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതിന്റെ കാരണം ഈ കാണുന്ന വ്യക്തിയുടെ ചില പ്രശ്നങ്ങളാണ്. അങ്ങനെ കാണുന്നതിന്റെ കാരണം അത് നബിതങ്ങൾക്ക് മാറ്റം വരുന്നതല്ല, മറിച്ച് കണ്ണാടി പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാണുന്ന വ്യക്തി എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ അതനുസരിച്ച് പ്രതിഫലിച്ച് കണ്ടേക്കും എന്നും ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്നറിയോ? അതിന് ഉദാഹരണം പറഞ്ഞു ഇമാമിയങ്ങൾ. എത്രത്തോളം എന്നറിയോ? ഒരാള് ചെറുപ്പത്തിൽ ബാപ്പാനെ കണ്ടതാ, അങ്ങനെ പിന്നെ നാട് വിട്ടു പോയതാണ്. അങ്ങനെ നാട് വിട്ടുപോയി കാലം കുറേ കഴിഞ്ഞിട്ട് ആ മകൻ ഒരു ദിവസം കയറി വന്നു. അപ്പോൾ കണ്ടത് എപ്പോഴായിരുന്നു? താടിയൊക്കെ മുളക്കുന്നതിന് മുമ്പാണ്. അങ്ങനെ കണ്ട ബാപ്പ മകൻ താടിയൊക്കെ മുളച്ച് താടിയൊക്കെ വെച്ച് കയറി വന്നപ്പോ തന്നെ എന്റെ മകനാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ മകൻ പണ്ട് കണ്ടതുപോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ മകനാന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ കേട്ട ആ കളറിലോ അല്ലെങ്കിൽ കേട്ടതുപോലെയോ അല്ലാത്ത ചില രൂപങ്ങളിൽ നബി തങ്ങളെ കണ്ടു എന്ന് വരാം. അങ്ങനെ വന്നതിനെ സംബന്ധിച്ച് ഇമാമിയങ്ങൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതും അല്ല നമ്മൾ ഈ പറയുന്ന വിഷയം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ബോധ്യപ്പെടാത്ത വിധത്തിലുള്ള ഒരാള്, നബിയാണോ അല്ലേ എന്ന് ഉറപ്പിച്ച് പറയാൻ യാതൊരു വകുപ്പില്ല. അങ്ങനത്തെ ആ ഒരാളെ ശരീരത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോഴേക്ക് അത് ശൈത്താനാവൂല, നബിയങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞതിനെ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി ഗണ്ണിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഞാൻ അള്ളയാണ് എന്ന് എന്നെ പറഞ്ഞ് ശൈത്താൻ, ഞാൻ പടച്ചവനാന്ന് എന്നെ പറഞ്ഞ് ശൈത്താൻ വരും.
അതുപോലെ തന്നെ ഞാൻ നബിയാണെന്ന് പറഞ്ഞ് ശൈത്താൻ വരും. അപ്പൊ ശൈത്താൻ കളവ് പറയും. ഇത് വളരെ ശ്രദ്ധിക്കണം. ശൈത്താൻ കളവ് പറയുമെന്നത് നമുക്ക് ശരിക്കും ഓർമ്മയിൽ വേണം. ഒന്നുകൂടി ഞാൻ പറയാണ്, ചില ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു രോഗമായാൽ ആരടുത്തെങ്കിലും ചികിത്സക്ക് പോകും. അങ്ങനെ ചികിത്സക്ക് പോയാൽ ഈ ചികിത്സക്ക് പോയ ആള് ചിലപ്പോ ചില പരിപാടിയൊക്കെ നടത്തും. ചിലപ്പോൾ കുത്തുബിയ്യത്തായിരിക്കും നടത്തുന്നത്. കുത്തുബിയ്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കുത്തുബിയ്യത്ത് നടത്തുന്ന സമയത്ത് പെണ്ണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ആ പെണ്ണുങ്ങളിൽ പങ്കെടുത്താൽ ചിലപ്പോൾ ആ പെണ്ണിന് ഹാലുള്ളൂ. ആ പെണ്ണ് ഹാലിളകിയിട്ട് ചിലപ്പോൾ എന്തെല്ലോ വിളിച്ചു പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രിച്ചാൽ എന്തെല്ലാമോ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്ന സമയത്ത് ഈ പെണ്ണ് ചിലപ്പോൾ പറയും, ഈ അസുഖം മുഴുവൻ ഉണ്ടാകാൻ കാരണം അളിയൻ സിഹർ ചെയ്തതാണ്, അല്ലെ അമ്മായി സിഹർ ചെയ്തതാണ്, അല്ലെ ഏട്ടൻ സിഹർ ചെയ്തതാണ്, അല്ലെ അനുജൻ സിഹർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇടവരക്കാരൻ സിഹർ ചെയ്തതാന്നൊക്കെ ഈ ഇളക്കത്തിൽ ചില പെണ്ണുങ്ങൾ വിളിച്ചു പറയും. അത് കേൾക്കുമ്പോ ചില ആളുകൾ എന്ത് ചെയ്യും? സ്വന്തം ജ്യേഷ്ഠനെ തെറ്റിദ്ധരിക്കും, അളിയനെ തെറ്റിദ്ധരിക്കും, അമ്മായിനെ തെറ്റിദ്ധരിക്കും, കുടുംബക്കാരനെ തെറ്റിദ്ധരിക്കും, അയൽവാസിനെ തെറ്റിദ്ധരിക്കും. അത് ശൈത്താൻ പറയുന്ന പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാക്കണം. ഈ ശൈത്താൻ ഇളകി പറയുന്ന സമയത്ത് ശൈത്താന് കള്ളത്തരം പറയൂ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ശൈത്താൻ ഇളകി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ല. കാരണം ശൈത്താൻ പച്ചക്കള്ളം പറയും. ആ കള്ളം പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല. എനിക്കറിയാം, വളരെ നല്ല ബന്ധത്തിൽ ജീവിച്ചിരുന്ന ചില കുടുംബങ്ങൾ അകന്നുപോയത് ശൈത്താൻ ഇളകിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഇളക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് സിഹർ ചെയ്തതാണ്, അതുകൊണ്ട് എന്റെ അമ്മാമനുമായിട്ട് അല്ലെങ്കിൽ എന്റെ അമ്മായിയായിട്ട് അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരനായിട്ട് ഞാൻ ഇപ്പം മിണ്ടുന്നില്ല എന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ട്. ഈ ഇളക്കത്തിൽ ശൈത്താൻ പറഞ്ഞതാ. ശൈത്താനെ വിശ്വസിക്കാൻ പാടുണ്ടോ മുസ്ലിമീങ്ങൾ? അപ്പൊ നമ്മൾക്ക് നല്ല ബോധം വേണം. ഏത് വിഷയത്തെ സംബന്ധിച്ചും ബോധം വേണം. ശൈത്താൻ ഞാൻ നബിയാണെന്ന് പറഞ്ഞും വരും, അതെ ഞാൻ അള്ളയാണെന്നും പറഞ്ഞിട്ടും വരും. ഏത് കോലത്തിലും ശൈത്താൻ വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ഒരു ശൈത്താനിന് രൂപപ്പെടാൻ കഴിയില്ല. അത് നബി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു പ്രത്യേകതയാണ്. വേറെ രൂപത്തിൽ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയവർക്കല്ലാതെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതാണ് ഇമാമിങ്ങളെല്ലാവരും, ഇമാം സർക്കശിയും ഇമാം ഖറാഫിയും ഇമാം സുംഹൂദിയും അങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത്. അതിപ്പോൾ ഇവിടെ വിശദമായി പറയാൻ ഇവിടെ സമയമില്ല. ഇവിടെ ഇബാറത്തുകളൊന്നും വായിക്കുന്നില്ല. എന്റെ ഇന്നലെ വാഗ്ദത്തം ചെയ്ത കാര്യം വിട്ടുപോകും. ഞാനിവിടെ ഇന്നൊരു സ്വപ്നത്തിന്റെ കഥ ആദ്യം പറഞ്ഞതുകൊണ്ട്. അപ്പോ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് മുറിക്കുന്ന കാലാണ്. ക്ലിപ്പ് മുറിയന്മാർ അങ്ങനെയാണല്ലോ, ഓരോ കാലത്ത് ഓരോ മുറിയന്മാരാണ്. ക്ലിപ്പ് മുറിയന്മാരുടെ കാലാണ്. പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗം അങ്ങോട്ട് മാറ്റിവെച്ച് മുറിച്ച് കഷ്ണാക്കി എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒരുപാട് ആളുകൾ ശൈത്താനിന്റെ വർക്ക് ചെയ്യുന്നവർ ഉണ്ട്. അതൊന്നും കേട്ടിട്ട് വസ്തുത മനസ്സിലാക്കാതെ നമ്മൾ ദീനിനെ തെറ്റിദ്ധരിച്ചു പോകരുത്, ദീൻ പറയുന്നവരെയും തെറ്റിദ്ധരിച്ചു പോകരുത്. അത് വളരെയേറെ ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്.